തൃശൂരിൽ വീണ്ടും കോടികളുടെ ഇറിഡിയം തട്ടിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായാണ് പരാതി. മൂന്നുപീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടിയെന്നാണ് പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും പേര് പറഞ്ഞ് പറ്റിച്ചാണ് സംഘം പണം തട്ടിയത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കൊൽക്കത്തയിലെ മഠത്തിന്റെ രണ്ടാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് തുടങ്ങിയത്. വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു. ഇതിന്റെ ചെലവിലേക്കെന്ന് പറഞ്ഞായിരുന്നു ആദ്യ പണസമാഹരണം. വേൾഡ് ബാങ്കുകളിൽ ഡെത്ത് മണിയായിട്ട് ഫണ്ട് എടുക്കണം പറഞ്ഞു, അതായത് മരിച്ചുപോയ അതേപോലത്തെ ഫണ്ട് എടുക്കണം പറഞ്ഞു. അപ്പോൾ ആ ഫണ്ട് രൂപീകരിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് മുഖേന പാവപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കുക എന്നാണ് ഇവർ ആദ്യം പറയണ്ടായ. അപ്പോൾ അതിന് ലീഗലായിട്ട് ഇടപെടുമ്പോൾ പൈസ ചിലവുണ്ട്. ആ പൈസയാണ് ഈ ജനങ്ങളിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇവർ പറഞ്ഞു ഭക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ ഇതിലേക്ക് കുറേ ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ളത്. പിന്നാലെ തങ്ങൾ നടത്തുന്നത് ഇറിഡിയം ബിസിനസ്സാണെന്ന് നിക്ഷേപകരെ അറിയിച്ചു. 5000 രൂപ നിക്ഷേപിച്ചാൽ 5 കോടി തിരികെ കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. പലരോടും പല ഇതിലാണ് പറയുന്നത്. ഇപ്പോൾ 10000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 കോടിയാണ് അവർ പറയണത്. 20000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 കോടി രൂപയാണ് പറയുന്നത്. ഇപ്പോൾ അത് പലരിടത്തും ഇവരൊരു പേപ്പർ കൊടുക്കും. ഞാൻ 5 ലക്ഷം റുപ്യോളം കൊടുത്തു. ചേട്ടൻ എത്ര രൂപ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് അൺഒഫീഷ്യലി അവർ പറഞ്ഞു 50 CR വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ മാറി മറിഞ്ഞു. ഇൻട്രസ്റ്റ് കൂടി, പണം മൾട്ടിപ്ലൈ ആയി, ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് അവർ അന്ന് പറഞ്ഞത്. പണം ലഭിച്ചാൽ പിന്നെ പണം സ്വീകരിച്ചവരെ ബന്ധപ്പെട്ടാൽ ഫോൺ എടുക്കില്ല. പണം തിരികെ ആവശ്യപ്പെട്ടാൽ വധഭീഷണിയെന്നും പരാതിക്കാർ പറയുന്നു. ഇത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. ഇവരെന്തിനാ ഭയക്കണ്? ഇവരിത് വെളിപ്പെടുത്തട്ടെ. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് ചെല്ലുമ്പോഴെങ്കിലും ഇത് ഇവർ വെളിപ്പെടുത്തട്ടെ. ജനങ്ങൾ ഇത് ആത്മഹത്യയുടെ മേഖല ചിലപ്പോൾ ഇന്നോ നാളെ ചിലപ്പോൾ ആത്മഹത്യകൾ നടക്കുന്നു. അതേപോലെ നിൽക്കുന്ന ആൾക്കാരുകൾ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എത്ര വേണമെങ്കിലും ചിലപ്പോൾ ക്ഷമിച്ച് നിൽക്കുന്നു. ഇത് വീട് ജപ്തിയായിട്ട് നിൽക്കുമ്പോൾ ഇവർ ഇറങ്ങി പോവുക. എവിടേക്ക് ഇറങ്ങി പോവുക? വീടും ഇതേപോലെ സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് ഇവർ ഇതിൽ ഫണ്ട് ഇട്ടിരിക്കുന്നത് പലരും. ഇറിഡിയം തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി മാപ്രാണം സ്വദേശി മനോജാണ് ആദ്യ പരാതി നൽകിയത്. ഹരിദാസിനെ ഭയന്ന് പരാതി നൽകാൻ പല നിക്ഷേപകരും തയ്യാറല്ല. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 500 കോടിയിലധികം തട്ടിയെന്നാണ് പരാതിക്കാർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.